ഹലോ ഫ്രണ്ട്സ്, വളകാപ്പിന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ തപ്പിത്തെറിഞ്ഞപ്പോഴാണ് എനിക്കൊരു ഫ്രെയിം കിട്ടിയത്. ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണേ. എനിക്ക് ആക്ച്വലി വേണ്ടിയിരുന്നത് ഒരു ബ്ലാക്ക് ഷർട്ടായിരുന്നു. പക്ഷേ ബ്ലാക്ക് ഷർട്ട് എനിക്ക് കിട്ടിയില്ല. പിന്നെ വേറെ സ്ഥലങ്ങളിലൊക്കെ പോയി അന്വേഷിക്കാൻ ദയവേട്ട നാട്ടിലുണ്ടാവും ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ബ്ലൂ ചാർട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആ ബ്ലൂ ചാർട്ടിനകത്ത് ഞാനിങ്ങനെ ഡ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാനൊരു ട്രീ ആണ് വരയ്ക്കുന്നത് എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ലേ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. സാധാരണ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒറ്റ സ്ട്രെച്ചിലിരുന്ന് തീർക്കാനാണ് എനിക്ക് താല്പര്യം. ഇടയിൽ ഫുഡ് കഴിക്കാനെങ്ങാനും നീറ്റ് പോയാലേ ഉള്ളൂ. പക്ഷേ ഈ പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. ഞാനത് തീർക്കാൻ ഒരു 3 ദിവസമൊക്കെ സമയമെടുത്തു. വളകാപ്പിന് വരുന്ന നമ്മുടെ റിലേറ്റീവ്സിന് ബേബി പ്രഡിക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിമാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ ഓൾറെഡി പിങ്കും ബ്ലൂവും വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചിയും മീനാക്ഷിയും വന്നപ്പോൾ പറഞ്ഞു ആക്ച്വലി നമുക്ക് അത് കുറച്ചുകൂടി വലുതായതുകൊണ്ട് എല്ലാവർക്കും വെക്കാൻ സ്ഥലം ഉണ്ടായില്ല, അപ്പോൾ റിബൺ വെച്ചിട്ട് നമുക്ക് ബോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ പിന്നെ രണ്ടാമത് ചെയ്തത്. ഒരു ഭംഗിക്ക് വേണ്ടി 2 കുഞ്ഞി കിളികളെയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രെയിമിനകത്ത് സെറ്റ് ചെയ്യാം. ടേപ്പ് വെച്ചിട്ട് ചാർട്ട് 4 സൈഡിലും ഒട്ടിച്ചു. അങ്ങനെ നമ്മുടെ ബേബി പ്രഡിക്ഷൻ ഫ്രെയിം സെറ്റായി കഴിഞ്ഞു. ഗേളിനാണ് പ്രഡിക്ഷൻ എങ്കിൽ പിങ്ക് എന്നുള്ളത് പിങ്ക് കിളിയാണ് ഒട്ടിക്കുക, ബോയ്നാണ് പ്രഡിക്ഷൻ എന്നുണ്ടെങ്കിൽ ബ്ലൂ എന്നുള്ളത് ബ്ലൂ കിളിയാണ്. വന്നതിൽ ഒട്ടുമിക്ക പേരും പ്രഡിക്ഷൻ ചെയ്തിരുന്നു. കുറേ പേര് ബേബി ഗേളാന്ന് പറഞ്ഞു, കുറേ പേര് ബേബി ബോയ് ആണെന്ന് പറഞ്ഞു. എന്നാലും കൂടുതൽ ആൾക്കാരും പറഞ്ഞത് ബേബി ഗേളാന്നായിരുന്നു. കാരണം കുറേ മിത്താണെങ്കിൽ പോലും നമ്മൾ മുകളിലാണ് വയറ്, പിന്നെ അതുപോലെ തന്നെ സ്വീറ്റിനോടായിരുന്നു ക്രേവിങ്സ് എനിക്ക് കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഗേളായിരിക്കാനാണ് സാധ്യത. എന്തായാലും സംഭവം നല്ല കളറായി, ഉഷാറായി. എന്തായാലും പ്രഡിക്ഷനൊക്കെ പാളിപ്പോയി. ഞങ്ങൾക്ക് ബേബി ബോയ് ആണ് ജനിച്ചത്. അങ്ങനെ ഷുണ്ടാപ്പി ഇതോടെ എൻ്റെ അടുത്ത് കിടക്കുന്നുണ്ട്. അവനെ മുന്നിൽ വെച്ചിട്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ ബൈ.